സാധാരണ നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കുന്നത് പൊടി വെച്ചല്ലേ, നമ്മൾ കപ്പ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. കുമ്പിളപ്പം ഉണ്ടാക്കാൻ നമുക്ക് കറിയില വേണം. കുമ്പിളുണ്ടാക്കാൻ ഞാൻ ഇറുക്കിളിയാണ് എടുത്തേക്കുന്നത്. ടൂത്ത് പിക്ക് ആയാലും മതി. അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. 10 കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. 10 ബദാം എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ നെയ്യ് വേണം. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി വേണം. അണ്ടിപ്പരിപ്പും ബദാമും നെയ്യും ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ചേർത്താൽ കുറച്ച് ടേസ്റ്റ് കൂടും. 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് മധുരം കൂട്ടുക കുറയ്ക്കുക ചെയ്യാം. 2 കപ്പ എടുത്തിട്ടുണ്ട്. ഇല വെച്ച് കുമ്പിളുണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. നോക്കി, നമ്മുടെ കുമ്പിള് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ ഒരു ഗ്രേറ്റർ വെച്ച് ചീകി എടുക്കുക. ചീകി എടുത്ത കപ്പ നന്നായിട്ട് പിഴിയണം. പിഴിഞ്ഞെടുത്ത കപ്പയ്ക്ക് കയ്പൊന്നും ഉണ്ടാവില്ല. ഗ്രേറ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്ക് കുമ്പിള് നിറയ്ക്കാനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ബദാമും കാഷ്നട്ടും നെയ്യും ഏലക്കായും മിക്സ് ചെയ്യുക. അതിലോട്ടേക്ക് തേങ്ങയും ചേർക്കാം. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ ഇതിലോട്ട് ചേർക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുമ്പിളിലേക്ക് കപ്പയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. കുമ്പിൾ ഉണ്ടാക്കാൻ പറ്റാത്തവരാണെങ്കിൽ ചുമ്മാ എടുക്കുക. അതിനകത്തേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല, അവിടെ തന്നെ ഇരുന്നോളും. കുമ്പിളപ്പം വേവിച്ചെടുക്കണ പോലെ ഇതും നമുക്ക് വേവിച്ചെടുക്കാം. എല്ലാ കുമ്പിളപ്പവും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിക്കാം. ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിലോട്ട് കുമ്പിളപ്പം വേവിക്കാനായി വെക്കാം. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 10 മിനിറ്റ് തീ കുറച്ച് വേവിക്കാൻ വെക്കാം. ടോട്ടൽ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കപ്പ കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി ചെമ്പ് തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ് കറുകലട. കൊതി സഹിക്കാൻ പറ്റണില്ല. ഒന്ന് കഴിച്ചോക്കട്ടെ. കുമ്പിളില്ലാതെ വെച്ച കപ്പ ഇലയിന്ന് നീങ്ങിയിട്ടേ ഇല്ല.
സൂപ്പറാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റും ചെയ്യണം കേട്ടോ. ബൈ.